ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കേരളത്തിലെ അണക്കെട്ടുകളെ കുറിച്ചാണ്. ഇനി വരുന്ന PSC എക്സാമുകൾക്കൊക്കെ ഇത് നിങ്ങൾക്ക് ഉപകാരമാകും. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. കേരളത്തിലെ അണക്കെട്ടുകളെ കുറിച്ച് ചില ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? മലമ്പുഴ അണക്കെട്ട്. ഏതാണ് കേരളത്തിലെ വലിയ അണക്കെട്ട്? മലമ്പുഴ അണക്കെട്ട്. ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം 1955. ഏതാണ്? 1955. മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്തത് കാമരാജ്. ആരാണ്? കാമരാജ്, മദ്രാസ് മുഖ്യമന്ത്രി. മലമ്പുഴ ഡാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി ഏതാ ചോദിച്ചാല് മലമ്പുഴ നദി തന്നെയാണ്, ഭാരതപ്പുഴയുടെ പോഷക നദി. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ്? ഫാന്റസി പാർക്ക് മലമ്പുഴ ഡാമിന്റെ സമീപത്താണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ. മലമ്പുഴ റോക്ക് ഗാർഡന്റെ ശില്പി നേക്ക് ചന്ദ്. ആരാണ് മലമ്പുഴ റോക്ക് ഗാർഡന്റെ ശില്പി? നേക്ക് ചന്ദ്. മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പം പണിതത് ആരാണ്? കാനായി കുഞ്ഞിരാമൻ നായർ. കേരളത്തിലെ വൃന്ദാവൻ എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഗാർഡൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി മലമ്പുഴ പദ്ധതി. ഇത് മാറിപ്പോകും. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഇടുക്കിയും, ഏറ്റവും വലിയ ജലസേചന പദ്ധതി ചോദിച്ചാൽ മലമ്പുഴ പദ്ധതിയുമാണ്. ശ്രദ്ധിച്ചു പഠിക്കണേ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലസേചന പദ്ധതി ചോദിച്ചാൽ തെന്മല ഡാമാണ്. തെന്മല ഡാം സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1961. ജില്ല ഏതാണ്? കൊല്ലം. തെന്മല ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. നദി കല്ലട നദിയിൽ. തെന്മല ഡാം സ്ഥിതി ചെയ്യുന്ന നദി കല്ലട നദിയിൽ. തെന്മല ഡാമിന്റെ മറ്റൊരു പേര് ഏതാ? പരപ്പ ഡാം എന്നും കല്ലട ഡാം എന്നും തെന്മല ഡാമിന് അറിയപ്പെടുന്നുണ്ട്. തെന്മല ഡാമുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം ശെന്തുരുണി വന്യജീവി സങ്കേതം. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം, അല്ലെങ്കിൽ കമാൻ അണക്കെട്ട്, അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി 2403 അടി. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? പെരിയാർ. എവിടെയാണ്? പെരിയാർ നദിയിൽ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? ഇടുക്കി അണക്കെട്ട്. ഉയരം കൂടിയ അണക്കെട്ട് ഇടുക്കി അണക്കെട്ട്. മാറിപ്പോകരുത്. ഇടുക്കി അണക്കെട്ട് ഏതൊക്കെ മലനിരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറുവൻ, കുറുത്തി മലനിരകൾ. ഏതാണ്? കുറുവൻ, കുറുത്തി മലനിരകൾ. ഇടുക്കി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ആരാണ്? ഇന്ദിരാഗാന്ധി. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം കാനഡ. ഇടുക്കി ഡാമിന്റെ ഉയരം 168.91 മീറ്റർ. ഇനി അത് ഫീറ്റിൽ പറയുകയാണെങ്കിൽ 554 അടി. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം കാണിച്ചു കൊടുത്ത ആദിവാസി നേതാവ് കൊലുമ്പൻ മൂപ്പൻ. ഇതൊക്കെ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. എല്ലാം ശ്രദ്ധിച്ച് പഠിക്കണേ. ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1969 ഏപ്രിൽ 20. കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാം. അത് ഇടുക്കി ജില്ലയിലാണ്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ പെരിയാർ നദി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് താലൂക്ക്. ഏതാണ്? പീരുമേട് താലൂക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് പഞ്ചായത്താണ്? കുമളി. താലൂക്ക് ചോദിച്ചാല് പീരുമേട് താലൂക്കും, പഞ്ചായത്ത് ചോദിച്ചാല് കുമളി പഞ്ചായത്തും. മാറിപ്പോകരുത്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് കുമളി. മുല്ലപ്പെരിയാറിന്റെ നിർമ്മാണം ആരംഭിച്ച വർഷം 1887. അത് പൂർത്തീകരിച്ചത് 1895. എത്രയാണ് പൂർത്തീകരിച്ച വർഷം? 1895. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം
53.6. ഇനി അത് ഫീറ്റിൽ ചോദിച്ചാൽ 176 ഫീറ്റാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി ജോൺ പെന്നിക്വിക്ക്. ആരാണ്? ജോൺ പെന്നിക്വിക്ക്. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തേനി, തമിഴ്നാട്. എവിടെയാണ്? തേനി, തമിഴ്നാട്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? വെൻലോക്ക് പ്രഭു. ഏത് വർഷമാണ്? 1895. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച മിശ്രിതം സുർക്കി മിശ്രിതം. മുല്ലപ്പെരിയാർ ഡാമിന്റെ പേരിൽ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളവും തമിഴ്നാടും. തമിഴ്നാടും. മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് വൈഗ അണക്കെട്ട്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണേ. മുല്ലപ്പെരിയാറിലെ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാണ്? ജസ്റ്റിസ് A.S. ആനന്ദ്. ആരാണ്? ജസ്റ്റിസ് A.S. ആനന്ദ്. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് എത്ര? 142 ഫീറ്റ് ആണ്. എത്രയാണ്? 142 ഫീറ്റ്. ഡാം 999 എന്ന സിനിമ സംവിധാനം ചെയ്തത് സോഹൻ റോയ്. ആരാണ്? സോഹൻ റോയ്. മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ഉണ്ടാക്കിയിട്ടുള്ള കരാറുണ്ട്. അതിന്റെ പേരെന്താണ്? പെരിയാർ ലീസ് അഗ്രിമെന്റ്. ഏതാണ് ആ കരാറിന്റെ പേര്? പെരിയാർ ലീസ് അഗ്രിമെന്റ്. കേരളത്തിലെ അണക്കെട്ടുകൾ എന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.